ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ മാത്രമല്ല, ചേട്ടനും ഉണ്ട് കൂടെ. ക്ലാസ്സൊക്കെ വെച്ച് ചുമ്മാ ഇരിക്കുവാണ്. ഇത് നമ്മൾ പുതിയ വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ്, XCV90. ഇത് നമ്മൾ എടുത്തിട്ട് ഏകദേശം 2 മാസമായി അല്ലേ? ഏപ്രിൽ 23 അടുത്താണ്. അപ്പോൾ ഇന്ന് ജൂലൈ 5th ആയി. അപ്പോൾ അതിന്റെ റിവ്യൂ നമുക്ക് ആദ്യം ചോദിച്ചു നോക്കാം. നമ്മുടെ വീട്ടിലെ പെട്രോൾ ഹെഡ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ എന്റെ ചേട്ടനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് വണ്ടി? ഞാൻ പറയാം, ഇപ്പം ഈ സമയത്ത് പെട്രോളിന്റെയും ഡീസലിന്റെ വില കൂടി നിൽക്കുന്നതുകൊണ്ട്, ആ ഒരു വില കൂടി നിൽക്കുന്നുണ്ട്, അതായത് പെട്രോളും ഡീസലിന്റെ വില കൂടി നിൽക്കുന്നതുകൊണ്ട് ഇത് റിലയബിൾ ആയിരിക്കാം. പക്ഷെ ഞാനൊരു പെട്രോൾ എൻജിൻ അല്ലെങ്കിൽ ഒരു ഡീസൽ എൻജിൻ ഫാൻ ആയതുകൊണ്ട് അത്രയ്ക്ക് ഞാൻ എന്ന രീതിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതിന്റെ ശബ്ദം, അതിന്റെ ഒരു ഫീൽ, കാർ ഓടിക്കുന്നതിന്റെ ഒരു ഫീൽ, അതൊന്നും എനിക്കിതിൽ കിട്ടുന്നില്ല. ഒരു റിമോട്ട് കൺട്രോൾ കാർ ഓടിക്കുന്ന ആ ഒരു ലാഭമല്ലേ വണ്ടി? ഞാൻ പറയാം, പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ ലാഭമാണ്. പക്ഷെ ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു സെൻസറിന് ഡാമേജ് വരുമോ, അതെന്തെങ്കിലും ചെയ്താൽ പിന്നെ വണ്ടി നോക്കണ്ട. നമുക്ക് നോർമൽ വണ്ടിക്കും പറ്റിക്കൂടെ? നോർമൽ വണ്ടി ഇപ്പൊ ഒരു ഇനോവ എടുക്കുകയാണെങ്കിൽ, ടൊയോട്ട ഇനോവ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിന് സെൻസർ ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു മോഡ്യൂൾ മാത്രം നോക്കിയാൽ മതി, വണ്ടി മൊത്തം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഇത് അങ്ങനെ അല്ല, ഇത് മൊത്തത്തിൽ ഓഫ് ചെയ്ത് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ എനിക്കെന്തോ ഇഷ്ടപ്പെടാത്തത് ചാർജ് ടൈമേ. നമുക്ക് ചാർജിങ് ആയിട്ടും 1 മണിക്കൂർ എന്തോ ഉണ്ടല്ലേ? അത് ഡിഫറെന്റ്. അത് ഫോണല്ലല്ലോ ചാർജ് ചെയ്യുന്നത് 10 മിനിറ്റ് കൊണ്ടാവാൻ. ഞാൻ പറയട്ടെ, അതേസമയം പെട്രോൾ അടിക്കാൻ പോകണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പെട്രോൾ അടിച്ചുകൂടെ? ഫുൾ ടാങ്ക് അടിച്ചുകൂടെ? പെട്രോളിന് 110 രൂപ കൊടുക്കണ്ടേ ലിറ്ററിന്? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. പെട്രോളിന്റെ വിലയും ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ലാഭമാണ്. പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ റൂട്ടീൻ അനുസരിച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പൊ സപ്പോസ് നമുക്ക് എറണാകുളം വരെ പോകണം, പക്ഷെ വണ്ടിക്ക് ചാർജ് ഇല്ലെങ്കിൽ ആ ഒരു 2 hours അല്ലെങ്കിൽ 1 hour നമുക്ക് നഷ്ടമാണ്. വെറുതെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം ചാർജ് ഇട്ടാ പോരെ? പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ഇല്ലല്ലോ, നമ്മളിപ്പോ സാധാ വണ്ടി ഡീസൽ അടിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കൂലേ? 10 മിനിറ്റ് മതിയല്ലോ. ഫുഡ് ഇപ്പൊ നമ്മൾ പാർസൽ എടുത്തോണ്ട് പോകാമല്ലോ, വണ്ടി ഓടിച്ചോണ്ട് പോയിക്കൂടെ? ഒരു സാൻഡ്വിച്ച് കയ്യിൽ എടുത്തോണ്ട് പോയിക്കൂടെ? പക്ഷെ നമുക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ മുട്ടി. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ചാർജ് ചെയ്ത് ബാത്റൂമിനകത്ത് 1 മണിക്കൂർ കയറി ഇരിക്കാൻ തോന്നില്ലല്ലോ ഫോണും നോക്കിയിട്ട്. പക്ഷെ കാര്യമില്ല, നമുക്ക് എന്തായാലും പെട്രോൾ പമ്പിൽ പോയാലും പെട്രോളിൽ ബാത്റൂം ഉണ്ട്, ആ 5 മിനിറ്റ് മതിയല്ലോ. ഇതൊരു പ്രോസ് ആൻഡ് കോൺസ് ഓഫ് EV ആണല്ലേ? പ്രോസ് ആൻഡ് കോൺസ്. പ്രോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ 80 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി എടുക്കുന്നതിന് അതേ ഫീച്ചേഴ്സ് ഇതിനകത്തും ഉണ്ട്. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫീച്ചർ റിച്ച് ആണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ മീൻ പെട്രോളിന്റെയും ഡീസലിലും ഇത്രയും നാളെ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഫീലോ ആ ഒരു റിലയബിലിറ്റി ഇതിന് ഇല്ല. ഇപ്പൊ സപ്പോസ് നമ്മൾ ഓവർലി തിങ്ക് ചെയ്ത് പോവാണെങ്കിൽ, ഇപ്പം ഇന്ത്യക്ക് ഒരു സൈബർ അറ്റാക്ക് വരിക, അങ്ങനെയാണെങ്കിൽ വണ്ടി ഓഫ് ചെയ്തിട്ടും കാര്യമില്ല, വണ്ടി നിർത്തി കത്തിക്കുക, അത്ര വഴിയുള്ളൂ. വേറെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഓവർലി തിങ്ക് ചെയ്തൊക്കെ പോവാണെങ്കിൽ മാത്രം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇലക്ട്രിക്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെൻസേഴ്സിന്റെ കാര്യം ചേട്ടാ കുറച്ചും കൂടെ റോട്ടിൽ കൂടെ നേരെ നടക്കുകയാണ് പുള്ളിക്ക്. ബാക്കി പറ. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അല്ലാണ്ട് പവർ, ടോർക്ക്, ഞാൻ പറയാം ഈ വണ്ടിക്ക് ഗിയർ അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുക, അങ്ങ് പോവാ, പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എഞ്ചിൻ ബാറ്ററി അല്ലേ മൊത്തം പോകുന്നത്. പിന്നെ അതുണ്ട്, നമുക്ക് രാത്രിയിൽ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളും ഇടുമ്പോ തന്നെ ഫോൺ ചാർജ് ചെയ്യുമ്പോ തന്നെ അത്യാവശ്യം ഡ്രെയിൻ ആവുന്നുണ്ട് വണ്ടിക്കകത്ത് നിന്ന്. ചാർജ് അത്യാവശ്യം ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഡ്രോബാക്സ് ആണ്. അല്ലാണ്ട് ഇപ്പം പെട്രോളിലും ഡീസലിലും ആ ഒരു സംഭവം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇതിന് ലാഭമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറൊന്നും ഇതിൽ ലാഭം കാണുന്നില്ല. ഇപ്പൊ ഒരു ടയർ മാറ്റാൻ നോക്കിയാലും തന്നെ അതിനനുസരിച്ച്, സിൻസ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസും സോഫ്റ്റ് ടയേഴ്സും ആണ്, അതേപോലെ തന്നെ നല്ലപോലെ ഫ്രിക്ഷൻ കൂടുതൽ. ഇപ്പൊ നമ്മൾ എത്ര ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഫ്രിക്ഷൻ, അത്രയും ടോർക്കും വെച്ച് പോകുന്നതുകൊണ്ട് ഫ്രിക്ഷൻ കൂടുതല. അപ്പം ഈ ടയർ വേറെ ഔട്ട് ആവുന്നുണ്ട് നല്ല രീതിയിൽ. പെട്ടെന്ന് ടയർ തേഞ്ഞു. ഒരു ടയറിന് നല്ല പ്രൈസിയാണ്. അപ്പം ആ ഒരു ഫ്യൂവൽ കൺസംഷൻ നമ്മൾ കുറയ്ക്കുന്നത് അത് ഇത് വെച്ച് കോമ്പൻസേറ്റ് ആവുന്നുണ്ട്. അപ്പൊ പിന്നെ ലാഭം നമുക്ക് ഇക്വേറ്റ് ആയി പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അടുത്ത് ലാഭം പറയാനൊന്നുമില്ല. ഡീസൽ വണ്ടി ഓടിക്കണം, അതിനെയാണ് ഇത്രയും ഇങ്ങനെ പറയുന്നത്. ഡീസൽ വണ്ടിയില്ല, ഞാൻ കണ്ടില്ല, ഞാൻ അനലൈസ് ചെയ്തില്ല, എനിക്കിത് കിട്ടി, എനിക്ക് വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ വണ്ടി നമ്മൾ ഓട്ടിക്കുമ്പോഴും നമ്മൾ വണ്ടിയിൽ കയറുമ്പോഴൊക്കെ ഭയങ്കര ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. അത്യാവശ്യം റോഡ് പ്രസൻസ് ഉണ്ട്, അത്യാവശ്യം വിട്ട്, അതൊക്കെ ഉണ്ട്. ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടർ വണ്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും സൈഡിൽ മറ്റേ സൗണ്ട് ഓൺ ആക്കിയില്ലെങ്കിൽ അവരൊന്നും അറിയുന്നില്ല വണ്ടി വന്നിരിക്കുന്നത്. അവര് പടയെന്ന് പറഞ്ഞ് തിരിക്കുമ്പോഴത്തേക്കും നമ്മളെ വണ്ടി കൊണ്ട് ഇടിക്കാതിരിക്കും. അവസാനം അച്ഛൻ്റെ എനിക്കാണ് വഴക്ക് കിട്ടുന്നത്.
ഐ മീൻ നമുക്കാണ് വഴക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മള് ഈ സൈലന്റ് ആയിട്ടുള്ള ഏരിയ പോവാണെങ്കിൽ വണ്ടിയുടെ സൗണ്ട് ഓൺ ആക്കിയിട്ട് പോകാൻ സൈഡ് പോകാനായിട്ട് അത് എന്തോ ഒരു സാധനത്തേക്ക് വണ്ടി കയറിയതാണ്, കുഴപ്പമില്ല. അപ്പൊ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോകണം. അപ്പൊ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഇന്ന് വൈകിട്ട് നമ്മൾ കൊച്ചി പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് വണ്ടി ചാർജ് ചെയ്യാനാണ്. ഇത് കേരള ഗവൺമെന്റിന്റെ തന്നെയാണോ? അനാട്ടിന്റെ ഗവൺമെന്റിന്റെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷനാണ്. അപ്പൊ ഈ ചാർജ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ അതൊക്കെ കാണിച്ചു തരാം അല്ലേ? അതെ, വണ്ടി റിവേഴ്സ് ഇട്ട് നല്ലൊരു സംഭവം. സാഫല്യത്തിന്റെ ബാക്കിൽ സ്മാർട്ട് സിറ്റി പാർക്കിംഗ് അടിപൊളിയാക്കി കേട്ടോ. ഇവിടെ സോളാർ പവേർഡ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനാണ് അല്ലേ? ഇതിന്റെ ബാക്കിൽ എന്ത് പണ്ട് വൃത്തിയായിട്ട് കിടന്ന സ്ഥലം അത്. പക്ഷെ അടിപൊളിയാക്കി കേട്ടോ. ഞാനിപ്പോ ആദ്യമായിട്ടാണ് വരുന്നത് ശരിയാക്കിയിട്ട്. കൊള്ളാം. ഇതിന് വണ്ടി ചാർജ് ചെയ്യുന്ന കാണാം. ഞാൻ ചാർജിങ് പോർട്ടല്ലേ ഇത് രണ്ടും കൂടെ അഴിച്ച പവർ ഫാസ്റ്റ് ചാർജിങ്. അത് നമ്മളിതിന്റെ ആപ്പിലെടുത്ത് കുറച്ച് വോളറ്റിൽ റീചാർജ് ചെയ്യണം. എന്നിട്ട് ഇവിടുത്തെ QR സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പവർ കേബിൾ നേരെ കണക്ട് ചെയ്താൽ മതി. വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മൾ 1 മണിക്കൂറത്തോളം പോസ്റ്റ് ആയിട്ടിരിക്കണം. ഇത് സ്മാർട്ട് സിറ്റിയുടെ തന്നെ വേറെ എന്തോ പരിപാടിയാണ്. ഇത് കൊള്ളാം. യെസ്, നമ്മുടെ വണ്ടി പബ്ലിക് ചാർജ് സ്റ്റേഷൻ. ആനാട്ടിന്റെ ആപ്പ് എടുക്കുമ്പം ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്, ലേഔട്ടാണ് വരുന്നത്. അതിൽ സ്കാൻ ചെയ്യണം. സ്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് എവിടെയാണോ ചാർജറിന്റെ ഈ ഒരു QR സ്കാൻ ചെയ്യുക. എന്നിട്ട് ഇതിൽ QR സ്കാൻ ചെയ്യുമ്പോൾ 2 അവൈലബിൾ പോർട്ട് വരും. നമുക്ക് ഇഷ്ടമുള്ള ഇറക്കുമ്പോൾ CS2 ഉണ്ട്, DC1 ഉണ്ട്, DC2 ഉണ്ട്. ഞാനിപ്പോൾ DC1 എടുക്കുന്നത്. എടുത്തിട്ട് ലൈറ്റ് കത്തി ഇപ്പൊ പ്ലഗ് ഇൻ ആയി. എന്നിട്ട് ഇതിൽ യൂസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. എമൗണ്ട് 1200 എടുക്കണം. 92.31 കിലോവാട്ട് ചാർജാണ്. അപ്പോൾ പ്രൊസീഡ് കൊടുക്കുക. അപ്പം GST വരുന്നതുകൊണ്ട് 1400 ആയിട്ട് വരുള്ളൂ. 216 റുപ്പീസ് GST ഉണ്ട്. GST 200 രൂപയോ? 18% GST ആണ് ഇതിന് പോകുന്നത്. 13 റുപ്പീസും 18% GST പെർ യൂണിറ്റ്. അത് ആക്ച്വലി പല സ്ഥലത്തു നിന്ന് ലാഭമാണ്. ഇപ്പം 13 റുപ്പീസ് ഇവിടെ ആവുന്നുള്ളൂ, ചില സ്ഥലത്ത് 22 ആവും. അത് കിലോവാട്ട് അനുസരിച്ച്. ഇപ്പൊ 30 കിലോവാട്ട് 13 ആവുന്നുള്ളൂ. ഇപ്പൊ 60 ആണെങ്കിൽ കൂടുതലാവും. ഇപ്പൊ 90 ആണെങ്കിൽ നല്ല കൂടുതലാവും. 120 തൃശ്ശൂർ ഭാഗത്ത് 120 കിലോവാട്ടിന് ഉണ്ട്. അത് നല്ല പെട്ടെന്ന് ചാർജ് ആണ്. 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ കണ്ടാൽ മതി. ബാറ്ററി കേടല്ലേ? ബാറ്ററി എപ്പോഴും ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി. വൺസിന് വരെ ചെയ്യാം, യൂസ് ചെയ്യാം. എന്നിട്ട് വോൾട്ടിൽ നിന്ന് പൈസ എടുക്കുക. പ്രൊസീഡ് ടു ചാർജ്. ഇപ്പം കണക്ട് ചെയ്തു. ഹാവ് പ്ലഗ്ഡ് ഇൻ, ഡൺ. സ്റ്റാർട്ട് ചാർജിങ് ഓപ്ഷൻ വരും. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ കാണിക്കുന്നത് പ്ലീസ് ചാർജിങ് വോൾട്ടേജ് പോകുന്നുണ്ട്. സെഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഇവിടെ ഗ്രീൻ കത്തണം. എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ വണ്ടിക്ക് അത് ചാർജ് കയറുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. തുടങ്ങിയില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം 0.000 കിലോവാട്ട് ആവുന്നുള്ളൂ. അപ്പൊ ലെറ്റ്സ് സീ. ഇതില് കാണിക്കുമ്പോൾ ഇതില് ഗ്രീൻ ആകുമ്പോൾ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. നമ്മള് റൈഡ് എല്ലാം ഭയങ്കര ഫ്രീ ആയിരിക്കും. ഇപ്പൊ ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതാ ഇങ്ങനെ വരും. ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് ഇപ്പം കിലോവാട്ട് പോകും. നീ വണ്ടിയുടെ ആപ്പ് എടുക്കുക, നമുക്ക് അപ്പൊ കാണിച്ചു കൊടുക്കാം. വണ്ടിയുടെ ആപ്പാണ് കേട്ടോ, മഹീന്ദ്രയുടെ ആപ്പാണ്. അതിലും നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്ര ചാർജ് ആവാനുണ്ട്, എത്ര ചാർജ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമുക്ക് 46% ഉണ്ട്. ബാക്കി നമ്മൾ 100% ആക്കാൻ റിസ്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി 100% ആക്കണം. നമുക്ക് ഒരു 80-85 പിടിക്കാം. അത് മതി. നമ്മൾ എന്തായാലും ചാർജ് ചെയ്യുന്നില്ലേ, ഇനിയിപ്പം അവിടെ ഓടേണ്ടി വരുമല്ലോ. അപ്പം 100 കിടക്കട്ടെ, വെറുതെ സമയം കളയുന്നതിന്. നമുക്ക് എത്ര ടൈം എടുക്കും നോക്കാം. ഇപ്പൊ കറക്റ്റ് ടൈം എന്ന് പറയുന്നത് 11:30 ആയി. നമുക്ക് 47 11:30ക്ക് നമുക്ക് 11:30ക്ക് 47% ഉണ്ട്. ഇനി നമുക്ക് എത്ര നേരത്തിനുള്ളിൽ ഫുൾ ആവും നോക്കാം. ഇത് 30 kVയുടെ കിലോവാട്ടിന്റെ ചാർജർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അതെ, ട്രിവാൻഡ്രം സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ അണ്ടറിൽ വന്ന ചാർജ് ചെയ്യണം. ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ, നീറ്റ് സ്ഥലമാണ്. 3 പോർട്ട് ഉണ്ട്. 1 2 3
അവിടെ ഒരു പോർട്ടുണ്ട്, അവിടെ ഇത് 2 ചാർജ്. ഇത് 2 പിന്നെ ഒരു ചെറുത്. ഇതെന്തിന്റെ ഫാസ്റ്റ് ചാർജർ? മറ്റേ സ്കൂട്ടറിന്റെ ഒക്കെ ഏത്തർ. പിന്നെ സ്ലോ ചാർജസ് അപ്പുറത്തുണ്ട്. അപ്പുറത്ത് സ്ലോ ചാർജർ. അപ്പൊ നൈറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, അതായത് വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്കും ഒരു മറ്റേ ഇതിന്റെ സൗണ്ട് വരും ചാർജ് ചെയ്യുമ്പോൾ. ഈ എയർഫിൽ ഇതെന്തോ ബാറ്ററി കൂളാവാനുള്ള സൗണ്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? ബാറ്ററി ചാർജ് ആകുമ്പോൾ ഫാൻ ഓൺ ആവും. അപ്പൊ എന്തെങ്കിലും ബാറ്ററി ഓവർ ഹീറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂൾ ചെയ്യുന്ന. പിന്നെ നമുക്ക് എന്താ പരിപാടി? ചാർജ് നേരം എവിടെയെങ്കിലും പോവാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? സാഫിലെ കോംപ്ലക്സ് കാണിച്ചു ചായ കുടിച്ചാലോ? ഒരു കാര്യം പറയാം, നമ്മള് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ നമ്മൾ സ്ഥിരം ട്രിവാൻഡ്രം എറണാകുളം ട്രിവാൻഡ്രം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വന്ദേ ഭാരത് ട്രെയിനാണ്. അത്യാവശ്യം നമുക്ക് കംഫർട്ടായിട്ടും ഈസി ആയിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ട്രിവാൻഡ്രം എറണാകുളം ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റിന് ഏകദേശം എനിക്കൊന്ന് നോർമൽ കോച്ചിന്, എക്സിക്യൂട്ടീവ് അല്ലാത്ത നോർമൽ ചെയർക്കാരന് എനിക്കൊന്ന് 800 rupees ആവും. 850 ഇൻക്ലൂഡിങ് ടാക്സ് ആവും. അപ്പോൾ നമ്മൾ ഇൻക്ലൂഡിങ് ഫുഡ് നമ്മളൊരു 5 പേര് വരികയാണെങ്കിൽ ഒരു 4000 rupees മിനിമം ചെലവാണ്. അപ്പം നേരെ മറിച്ച് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 1500 രൂപ ആവും ആ ടിക്കറ്റിന്. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 5 പേരായപ്പോഴത്തേക്ക് എത്രയായി? പക്ഷെ ഈ വണ്ടിയിൽ നമ്മളിപ്പോൾ ഒരു 1200 ചാർജ് ചെയ്താൽ 1000 rupees ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളം ട്രിവാൻഡ്രം ഈസി ആയിട്ട് വരാം. ഒരു 5 പേർക്ക് ഇരിക്കാം, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എപ്പോൾ വേണോ വരാം. പക്ഷെ പ്രശ്നം എന്താണ്, മറ്റേ 2.5 മണിക്കൂർ എടുക്കും, 5 മണിക്കൂർ എടുക്കും. പക്ഷെ നമ്മുടെ റോഡ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് ആക്ച്വലി തീർന്നു കഴിഞ്ഞാൽ ഇത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ലാഭം. ഭയങ്കര ലാഭമാണ്. EV ആയിട്ട് നമ്മൾ ലോങ് ട്രിപ്സ് ഒക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ലാഭമാണ്. പിന്നെ നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോകുമ്പോഴത്തേക്ക് മാത്രം ഇച്ചിരി പ്രശ്നമാണ്. അവിടെയൊക്കെ ചാർജിങ് നമ്മൾ നോക്കിയിട്ടൊക്കെ വേണം പോവാൻ. അതിപ്പോ കുറെ കംപ്ലൈന്റ് ഞാൻ കേൾക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ പറയടേ ഫോൺ നോക്കിയിരിക്കാതെ. ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഇതിനില്ല. ഓഫ് റോഡിനായിട്ട് ഇലക്ട്രിക് വണ്ടി ഇതുവരെ ഹമ്മർ അല്ലാണ്ട് വേറെ ഇറങ്ങിയിട്ടുണ്ടോ വെച്ചാൽ ഇല്ല. ഇന്ത്യൻ റോഡ്സിൽ വെളിയിലുണ്ട്, പക്ഷെ ഇന്ത്യൻ റോഡ്സിൽ ഇതൊരു ഹമ്മർ അല്ലാണ്ട് ഇവിടെ അങ്ങനെ ഓഫ് റോഡ് കേപ്പബിലിറ്റി. ഇത് ഓഫ് റോഡിങ് അല്ലോ ആക്ച്വലി മെയിൻലി പോകുന്നത്. ഫാമിലി കാർ. ഇത് ഫാമിലി കാർ ആണ്. ഇത് ഹൈവേയിൽ നമുക്ക് എല്ലാ ഓൾട്ടറേയൊന്നും ഇല്ല. ഹൈവേയിൽ റോഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ടയറിന്റെ എന്താ പറഞ്ഞ ഇത് ടയർ. ഇപ്പം ഇത് മാർക്കസിന്റെ MRFന്റെ മാർക്കസ് സീരീസ് ടയറിന് തേഞ്ഞു പോകുന്നു പറഞ്ഞു. ടയർ തേഞ്ഞു പോകുന്നതെന്ന് പറയുമ്പം ഇതിന് ഗിയർ ഷിഫ്റ്റിംഗ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്ത പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുന്നത് അനുസരിച്ച് ടയർ സ്പിൻ ആവുകയാണ്. അപ്പൊ ആ സ്പിന്നിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷനിൽ ടയർ പെട്ടെന്ന് തേയും. അതാണ് മഹീന്ദ്ര പറയുന്നത്. ഈ ഒരു സീരീസിൽ വരുന്ന 20,000 എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി അത്രയും പോയാൽ സന്തോഷം. 10,000 കിലോമീറ്റർ നമ്മൾ ടയർ മാറ്റിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിനെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അതുപോലെ ഒരു ടയറിന് തന്നെ ഏകദേശം 15,000 rupees വരുന്നുണ്ട്. അപ്പൊ 4 ടയർ 60,000 rupees. അപ്പം ഡീസൽ അടിക്കേണ്ട പൈസ അതിൽ ഇക്വേറ്റ് ആയി പോകുന്നുണ്ട് മിക്കപ്പോൾ. വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് ചാർജ് ഇട്ടിട്ടുണ്ട്, ലോക്ക് ചെയ്ത് പോവാം. ചാർജിന് സമയത്ത് വണ്ടി ഓൺ ചെയ്തിരുന്നു. അതിന് വണ്ടി ഓൺ ചെയ്തിരുന്നു. നമ്മളിവിടെ വീഡിയോ എടുത്തോണ്ട് തന്നെ 3% കയറി. ഇനിയിപ്പോ എനിക്ക് ഒന്ന് പെട്ടെന്ന് ആവുമായിരിക്കും. 1/2 മണിക്കൂർ 1/4 മണിക്കൂർ 46 നമുക്ക് 1/4 മണിക്കൂറിനകത്ത് ആവും തോന്നുന്നു. 52 ആയി ഇപ്പോ. 11:34 ആയപ്പോ 52. അപ്പൊ എനിക്കൊന്നൊരു 12 മണിയാകുമ്പോഴത്തേക്കും ഫുള്ളാവും തോന്നുന്നു. 12-12.15 കാർ 1 മണിക്കൂർ പറയുന്നുണ്ട്. പിന്നെ അതുമല്ല വേറൊരു നമുക്ക് പറ്റിയൊരു പ്രോബ്ലം ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പ്രാവശ്യം അനാട്ടിൽ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ട്. ആദ്യത്തെ പ്രാവശ്യം അനാട്ടിൽ നമ്മൾ KCB കൊണ്ട് ചാർജ് ചെയ്തു. അല്ലല്ല, പരുത്തിപ്പാറയിൽ KCB അനാട്ടിന്റെ ഇതുണ്ട്. അപ്പൊ അതിനകത്ത് പോയി ചാർജ് ചെയ്ത് അനാട്ടിലെ ചാർജ് മോഡിന്റെ ആയിരുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം ചാർജ് ചെയ്യുന്നുണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മള് ഈ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് KCBയിൽ കറണ്ട് പോയി. ആലോചിച്ച് നോക്കിയാൽ KCBയിൽ കറണ്ട് പോയി. ശരിയാ, KCB ഞാനുണ്ടായിരുന്നു. KCBയിൽ കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ ചാർജിങ് മൊത്തം നിന്നപ്പം ഇത് പ്രശ്നം നമ്മുടെ ആപ്പില് കൺഫ്യൂസ്ഡ് ആയി. സ്റ്റോപ്പ് ചാർജിങ് കൊടുക്കണോ അതോ ഇനി വരുമോ? ഇത് നമ്മൾ സ്റ്റോപ്പ് ചാർജിങ് കൊടുക്കാതെ തന്നെ പ്ലഗ് ഔട്ട് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഇട്ടിരുന്ന ബോളത്തിലുള്ള ഈ ചാർജിങ് മൊത്തത്തിൽ പോകേണ്ട പൈസ അത് മൊത്തത്തിൽ എങ്ങ് പോയി. 200 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പക്ഷേ 800 ആയുള്ളൂ ഫുൾ ചാർജ് ആവാൻ. പക്ഷെ നിങ്ങൾ സ്റ്റോപ്പ് ചാർജിങ് കൊടുത്തില്ലെങ്കിൽ ആ 1200 പോകും. സ്റ്റോപ്പ് ചാർജിങ് കൊടുത്താൽ ബാക്കി ബോളത്തിലോട്ട് റീഫണ്ട് ആവും. ആ മിനിറ്റിൽ റീഫണ്ട് ആയിക്കോളും. ഇപ്പൊ സ്ഥലം എവിടെ നമ്മുടെ സാഫല്യം കോംപ്ലക്സിന് നേരെ ബാക്കിൽ പാളയം. തിരുവനന്തപുരത്ത് സാഫല്യം പാളയത്തിൽ നേരെ ബാക്കിൽ ഈ മറ്റേ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ട്, അതിന്റെ ബാക്കിലാണ്. ഇപ്പൊ നമ്മള് സാഫല്യം കോംപ്ലക്സ് കാണിച്ചു തരാം. ട്രിവാൻഡ്രത്തെ പഴകിയ ഏറ്റവും ഷോപ്പിംഗ് കോംപ്ലക്സ്, പഴയ ലുലു മോള്. ഇപ്പോഴും ലുലു മോളൊക്കെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണത് അല്ലേ? ലുലു മോളിലുണ്ട് ഇത്രയും കിടൽ ഇന്റീരിയർ. പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആക്ച്വലി
അടിപൊളി ആക്കാന്നേ ഉള്ളൂ ഗവൺമെന്റിന്. വൻ മോഡേൺ രീതിയിൽ സെറ്റ് ചെയ്യാന്നുള്ളത് ഗവൺമെന്റിന്റെ ആണെന്ന് തോന്നുന്നല്ലേ? സാഫല്യം ഗവൺമെന്റിന്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ആക്കണമെങ്കിൽ നല്ല അടിപൊളിയാക്കാം. കേദാരം സാഫല്യം അങ്ങനെയൊക്കെ വരുന്നതല്ലേ, അടിപൊളിയാക്കാം. ലുലു മോൾ ലെവലിലാക്കാം. കാരണം അത്രയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി. ഇവിടെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് കേരളത്തിൽ നമ്മൾ കേരളക്കാരാണെന്ന് പ്രൗഡായിട്ട് പറയുന്നതിൻ്റെ ഒരു വെരി ഗുഡ് എക്സാമ്പിൾ. അതായത് പാളയംപള്ളി അമ്പലം തൊട്ടപ്പുറത്ത് മോസ്ക് കാണുന്നില്ല, എൻ്റെ ഗോപുരം കാണാൻ പറ്റുന്നു. എല്ലാം കൂടി ഒരു ജംഗ്ഷനിൽ തിരുവനന്തപുരംകാരുടെ ഒരു അഭിമാനം സംഭവമാണ്. ഇവിടെ മതമില്ല, ഇതില്ല, അതിൻ്റെ പേര് പറഞ്ഞ ഒരു സംഭവമില്ല. ഇവിടെ എല്ലാം മനുഷ്യന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫുൾ സഹായത്തിൻ്റെ പേരിലാണ് അല്ലേ? ചായ മധുരം കുറച്ചുകൂടി. ഈ നട്ടുച്ച സമയത്ത്, അതായത് 12:45 സമയത്ത് നമ്മൾ ഒരു ചായ കുടിക്കുന്ന ചേട്ടൻ ഒരു മുഹമ്മദ് സർബത്ത്. അപ്പൊ നമ്മള് 62% ആയി. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കയറുന്നുണ്ടല്ലേ, പെട്ടെന്ന് കഴിയട്ടെ. നമ്മൾ വീണ്ടും ഈ വേല തന്നെ കൊണ്ട് കംപ്ലീറ്റ് നടപ്പിച്ച് എൻ്റെ ടാനായി മര്യാദക്ക് വീട്ടിൽ കിടന്നുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പോൾ സമയത്ര എടുക്ക്. ഇത് സ്ക്രാച്ച് ആയോ? അതിന്റെ ഷേപ്പാണ്. ഇത് ക്യാമറയാണ്. 12:16. 12:16. എത്ര ചാർജായി? 94 മതിയല്ലോ. വേണ്ട, ഒരു മതി. 6% കൊണ്ടൊന്ന് വെയിറ്റ്. ആർത്തി എന്തിനാണ്? നമ്മൾ ആവശ്യമുള്ളത് സോളാർ തരുന്ന പറഞ്ഞ ആർത്തി എന്തൊക്കെ പറയുന്നു. 94. ഇവിടെ ഒരു വേറെ വണ്ടി ചാർജ് ഇട്ടിട്ടുണ്ട്. അപ്പം എത്ര നേരം എടുത്ത്? 45 മിനിറ്റ്സ് എടുത്തല്ലേ? 11:30 to 12:15. 45 മിനിറ്റ്സിൽ 46 94 ആയി. അതായത് ഒരു 39% കയറിയുള്ളൂ അല്ലേ? 46 94 39 അല്ല 59 അല്ല 49. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കണം. രാജു സാർ അറിയണ്ട. പിന്നെ പഴയ പണ്ട് മാത്സ് പഠിപ്പിച്ച സാർ. 48. ഞാൻ ഏറെക്കുറെ അടുത്തായിരുന്നു. 49 ഞാൻ പറഞ്ഞ. ഇപ്പൊ നമ്മൾ 49%, 45 മിനിറ്റ്. 1% 1 മിനിറ്റ്. അതാണ് കണക്കെന്ന് തോന്നുന്നു. അപ്പൊ 100 മിനിറ്റ് വേണം. 0 to 100. അതായത് 1.5 മണിക്കൂർ അല്ല, 1.25 മണിക്കൂർ. വീണ്ടും 120 ആണെങ്കിൽ 20 മിനിറ്റ്സ് മതി. ഇന്നലെ കഴുകിയിട്ട വണ്ടിയാണ്. കഷ്ടം തന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? കാക്കി പിടിച്ചു നിർത്തി. ഇവിടെ വേണ്ട, അപ്പുറത്തെന്ന് പറയാൻ പറ്റുമോ? എന്റെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല. ഇപ്പൊ ഇതിന്ന് ഞാൻ 2% എടുക്കും. എന്റെ ഫോണിൽ ചാർജ് ഇല്ല. അത് 100 ആക്കി 98 പോകാൻ പറ്റുമോ? ഇത്ര ആർട്ടിഫിഷ്യൽ ആവില്ല. എനിക്ക് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് ചാർജ് ആയത് ആക്ച്വലി ഈ ഒരു മോഡ്യൂളിന് ഒറ്റ വണ്ടി ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പുറത്തെ ഒരു വണ്ടി കിടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്ലോ ആയേനെ. 3/4 മണിക്കൂർ. അത് മിക്കവാറും ഒരു ചാൻസ് ആയിരുന്നു. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ചാർജ് ആവത്തില്ല 30 കിലോമീറ്ററിൽ. എന്താ പാൻ ചെയ്തൊക്കെ എടുക്കുന്നത്? ചുമ്മാ ശരിക്കുള്ള പെണ്ണക്കള്ളിയാണ് നീ നിന്റെ പാടത്ത്. ഇതൊന്നും എടുത്തിട്ടല്ലേ പ്ലീസ്. ആദ്യമായിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്, വ്ളോഗിങ്. എന്താ നമുക്കൊരു കാര്യം ചെയ്യാം. എന്നെ കൂടെ കാണിക്കാം, കാര്യം പറയട്ടെ. അതായത് ഞാൻ നന്ദുച്ചോണ്ടെ കുറച്ച് കുറെ കുറ്റം പറയാം. നന്ദുച്ചോണ്ടെ എന്നെ കുറച്ച് കുറെ കുറ്റം പറയും. നന്ദുച്ചോണ്ടെ വേറെ ചാനൽ തുടങ്ങും. അപ്പൊ ആൾക്കാരെല്ലായിരുന്നു എങ്ങോട്ട് പോയത്? എൻട്രി ആണ്, എക്സിറ്റ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് നമുക്കൊരു ഫോർച്യൂണറയോ ഒരു BMW ഒക്കെ മേടിക്കാം. അങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ ആ ട്രെൻഡ് അതാണ്. നമുക്ക് റൈറ്റ് പോവാല്ലേ? അതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ലെഫ്റ്റ് പോവും. ആസാദി പോണ്ട്. ലെഫ്റ്റ് പോവും. ഫ്രീ ആണോ? പിന്നല്ലാണ്ട് അതാണ് ഞാൻ പറയുന്ന പോലെ ചെയ്യും. നമുക്ക് ഇച്ചിരി കാശ് ഉണ്ടാക്കണമെങ്കിൽ ഇത് എപ്പോഴും വേണോ? എനിക്ക് എന്തായാലും എന്റെ കഴിഞ്ഞ 3-4 വീഡിയോസിന് വ്യൂസ് ഇല്ല. അച്ഛനും അമ്മയും വന്നാൽ മാത്രമേ വ്യൂസ് ഉള്ളൂ. നമുക്കൊരു കാര്യം, ഞാൻ നന്ദിച്ചോണ്ടെ കുറച്ച് കുറ്റം പറയാം. ഞാൻ വന്നില്ലേ? വേറെ ചാനൽ ഉണ്ടാക്കി നന്ദിച്ചോണ്ടെ പറ്റി കുറ്റം പറയാം. എന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ കുറ്റം പറഞ്ഞ അവസാനം നമുക്ക് രണ്ടുപേരും കൂടെ ഒരു ഫോർച്യൂണറിൽ ഒന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ ഒരു BMW X5 ഏതെങ്കിലും വണ്ടി ഒന്ന് ഇറങ്ങാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എനിക്ക് എന്തായാലും അത് ചെയ്ത് ഹിറ്റ് ചെയ്ത് എല്ലാം തിരുവനന്തപുരംകാരാണ്. പിന്നെ അതാണ് നടന്നത്. ഇന്നിപ്പോ 98
ഇപ്പൊ 99% 535 കിലോമീറ്റർ റേഞ്ച്. 535 കിലോമീറ്റർ വിത്ത് AC, 577 കിലോമീറ്റർ വിത്തൗട്ട് AC. നമ്മളിന്ന് കൊച്ചി പോയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള സംഭവം കൂടെ കാണിച്ചു കൊടുക്കാം. എത്ര എന്തോ തട്ടിമുട്ടി എല്ലാ ഈ വണ്ടിയാണ് റോഡിൽ വണ്ടി. ഓക്കെ. അപ്പൊ മൊത്തം ഈ വണ്ടികളാണ് ചുറ്റും. അതെ. എനിക്ക് അടുത്ത ട്രിപ്പൊക്കെ പോകണം. ഏതെങ്കിലും എവിടെ പോകാൻ? എനിക്ക് അടുത്ത സോളോ ട്രിപ്പ് പോകണം. ബാംഗ്ലൂർ ട്രിപ്പ് ഒന്നും ആരും കണ്ടില്ല. ആരെങ്കിലും കാണുന്ന രീതിയിലുള്ള ട്രിപ്പ് പോകണം. സോളോ ട്രിപ്പ് ബാലി പോകാം. നമുക്ക് തായ്ലാൻഡ് പോവാം, പട്ടായ പോവാം. പട്ടായ ഞാൻ ഫുക്കറ്റിലെ ഫുക്കറ്റിൽ പോവാം. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് എന്തിനാ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്? എനിക്ക് ആ ഗ്ലാസ് കുറച്ച് നേരം ഞാൻ ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് വെച്ചോണ്ട് ഇറങ്ങാൻ പറ്റും. ഇത് വെച്ചോക്ക്. എനിക്ക് ഇഷ്ടമല്ല ഇത് വൃത്തിയുടെ ഫ്രെയിം. ഇല്ല, വെക്ക്. ഇത് ഞാൻ കുറച്ച് നേരം വെക്കട്ടെ. ശരി, ആസാദി പോകുമ്പോ ഇത് വെച്ചോണ്ടോ? എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് വേണ്ടത് നിൽക്കുന്നില്ല. വണ്ടി എന്തൊക്കെയോ പറയാം. വണ്ടി ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ ചാർജ് പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് ചൂടാവും. ചാർജ് ഉണ്ടേ, പോയി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഓരോ സ്ഥലത്ത് ഇറങ്ങേണ്ടിയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഈ രാവിലെയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പെർഫ്യൂം, നമ്മൾ അടിച്ചിരിക്കുന്ന പെർഫ്യൂം ഫേഡ് ആവുകയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അതിനാണ് ഞാൻ എൻ്റെ വിഷ് പെർഫ്യൂംസ് എന്ന സാധനം ഒരു വേറൊരു റൗണ്ട് ഷേപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. അതായത് യൂസി ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡറാണ്. ബോട്ടിൽ ഹോൾഡറിന് പകരം നമ്മൾ എന്ത് വയ്ക്കുന്നു? വിഷ്. ഇത് അഡ്വർടൈസ്മെൻ്റ് അല്ല, ഒരു ട്രിക്കാണത്. ട്രിക്ക് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് വാങ്ങിക്കാം, വേണമെങ്കിൽ വാങ്ങിച്ചുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ ഹോൾഡറിന് പകരം വയ്ക്കാം. ആൻഡ് ഈ കവറായിട്ട് നിങ്ങൾ വയ്ക്കാവുള്ളൂ. വേറെ ബോഡി ഇപ്പം വേറെ പെർഫ്യൂമായിട്ട് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ചൂടത്തെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ ഇതിനകത്ത് മാത്രമേ ഇങ്ങനെ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെക്കാം. വേണ്ട, പെർഫെക്റ്റ് ആയിട്ടിരുന്നോളൂ. അങ്ങനെ വെക്കാം. ഇതിവിടെ വയ്ക്കുക. നിങ്ങൾ പതുക്കെ അവിടെ നിന്ന് അടുത്ത ഉടനെ നിങ്ങളിത് ഓപ്പൺ ചെയ്യുക. ബാങ്ക് നോട്ടൊക്കെ ഉണ്ട്. കേട്ടോ, ഇത് പുതിയ ലോട്ടാണ്, അത് കൊറിയറിയാൻ്റെ ലോട്ടാണ്. ഏതെങ്കിലും എടുക്കുക, അടിക്കുക, നിങ്ങൾക്ക് പുറത്തിറങ്ങാം. വളരെ ഹാൻഡി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ ബാഗിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് ഓരോ കുപ്പിയായിട്ട് വെക്കാം. പക്ഷേ വണ്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ ബോക്സിൽ എടുത്ത് ഇതിനകത്ത് ബോട്ടിൽ ഹോൾഡറിന് പകരം നിങ്ങൾക്ക് വെക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, ഇതിങ്ങനെ സേഫായിട്ട് അങ്ങനെ ഇരുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ബോർഡിനകത്ത് വെക്കാം, ഗ്ലൗ ബോക്സിനകത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് വെക്കാം. എല്ലായിടത്തും നല്ല സേഫായിട്ട് സാധനം ഇരുന്നോളൂ. അപ്പോൾ വേണ്ടവർ www.wishperfumes.in അതിനകത്ത് ആരും തന്നെയാണ് തിരിച്ച് നോക്കുന്നു. അപ്പോൾ വേണ്ടവർ www.wishperfumes.in വെബ്സൈറ്റിലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, wish.jsr എന്നാണ്. വേണ്ടവർ മേടിക്കും. ജസ്റ്റ് 299 ഉള്ളൂ. 4 പെർഫ്യൂം കിട്ടും. 4 ബോട്ടിൽ ഓഫ് പെർഫ്യൂംസ്, 8 to 10 ml വരുന്ന 4 പെർഫ്യൂംസ് കിട്ടും. നിങ്ങൾക്ക് നല്ല ലക്ഷറി പെർഫ്യൂംസിൻ്റെ സ്മെല്ലാണ് മേടിച്ച് ഉപയോഗിക്കാം. ആൻഡ് ഇതിൻ്റെ 50 ml, ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്ലേവേഴ്സ് പറയുകയാണെങ്കിൽ അതിൻ്റെ 50 ml 100 ml ഞാൻ ഇറക്കുന്നുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി വേറെ രീതിയിൽ പാക്ക് ചെയ്ത് ഇറക്കാം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. ദിസ് ഇസ് മൈ പെർഫ്യൂം ബ്രാൻഡ്. വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെയാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ. ഓണായി, വണ്ടി സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൂ. ഒരു സംഭവമില്ല, ഒരു പരിപാടിയില്ല. ഇതാണ് സംഭവം. ഇവിടെ ഫുൾ ഐറ്റംസ് ഇങ്ങനെ എഴുതി കാണിക്കും. ഫുള്ളി ഡീറ്റെയിൽ ഒരു വലിയൊരു സ്ക്രീനാണ് ഇവിടെ വരുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്തോ ഫോർ സേഫ്റ്റി. ഓക്കെ, ഇതൊക്കെ ഒന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ കാണിക്കുന്നു. അവിടെ ഒരു സ്ക്രീനുണ്ട്. ഇന്നും ഗ്ലെയർ അടിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റാത്ത സ്ക്രീനുണ്ട്. ഇതാണ് ഗിയർ, ഇതെല്ലാം ഉണ്ട്. ഇത് മറ്റേ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം, ഓട്ടോ ഹോൾഡ്, പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ അവിടുത്തെ ക്യാമറ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും വണ്ടി ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും, നമുക്ക് കുറച്ച് അവയർനെസ് ആവും. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മളെന്തെങ്കിലും ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കും. സ്റ്റിയറിംഗ് ഇതാണ്. എനിക്ക് വണ്ടിയെ പറ്റി അത്രയ്ക്കൊന്നും അറിഞ്ഞൂടെങ്കിലും ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഓട്ടിക്കാൻ ഇഷ്ടമാണ്, അതൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സെൽഫി. ഇതാണ് ക്യാമറ. അതാ
നോക്കട്ടെ. ഫോട്ടോസ്. അയ്യോ കിട്ടിയില്ല. കിട്ടി താണ്ടെ. ഓഹോ, ചേട്ടൻ നമ്മളില്ലാണ്ട് വേറെയൊക്കെ വിളിച്ച് കറക്കാൻ തന്നെ. മൊത്തം കണ്ട ഇത് ഞാനുണ്ട്. ഫുള്ള് ചേട്ടൻ ആരെയൊക്കെ വിളിച്ച് കറക്കാൻ തന്നെ. സംഭവം തന്നെ. ഇത് വണ്ടി എടുത്ത ദിവസം ഞാൻ ആദ്യം എടുത്ത ഫോട്ടോ. നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞെരുങ്ങിയിരിക്കും. കൊള്ളാം, നല്ല ഫോട്ടോ. ചേട്ടൻ ഫ്രണ്ട്സ് ആയിട്ട് കിടന്ന് കറക്കം. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. നമുക്ക് പറ്റിയൊരു സ്ഥലം കിട്ടി. അപ്പോ ഞാൻ ഈ വീഡിയോ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത്, അതായത് കൊച്ചി വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ കൊച്ചി വന്നതിന് ശേഷം ആ വണ്ടിയുടെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞില്ല. അപ്പൊ കൊച്ചി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ബാലൻസ് ഒരു 48-49% ചാർജ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 100 ആയിരുന്നു നമ്മൾ അവിടെ ചാർജ് ചെയ്തപ്പോൾ 40% എന്നാണ്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതേ ബാലൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് വന്ന കോസ്റ്റ്, അതായത് ട്രിവാൻഡ്രം ടു കൊച്ചി ട്രാവൽ ചെയ്യാൻ നമുക്ക് ആ വണ്ടിയിൽ വന്ന കോസ്റ്റ് വെറും 700 റുപ്പീസ് ആണ്. നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലാഭമല്ലേ. നമ്മൾ 4 പേര് വന്നത് വെറും 600 രൂപയ്ക്കാണ് ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചി. അപ്പം ജസ്റ്റ് ആ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് ഞാൻ അത് ഇതിൽ പറഞ്ഞില്ല. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വരാൻ പറ്റി. അത് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തത്. ആൻഡ് ആസ് യൂഷ്വൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് വിഷ് പെർഫ്യൂംസ് മേടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഏകദേശം നമ്മൾ കുറെ ആൾക്കാർ മേടിച്ചു. ഇപ്പൊ തന്നെ മേടിക്കുക. വിഷ് എക്സ്പീരിയൻസ് നമ്മുടെ www.wishperfumes.in ഇപ്പം അവൈലബിൾ ആണ്. മേടിക്കുക. ഇഷ്ടപ്പെട്ടാൽ DM ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി. wish.jsr DM ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് വ്യൂസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി എനിക്കറിയാം. ഇനി അടുത്ത ഫാമിലി വ്ളോഗൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. A lot of surprises are coming. അപ്പോൾ യെസ്, വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു.